പാതിവില സ്കൂട്ടർ തട്ടിപ്പിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി അനന്തകൃഷ്ണൻ. സായി ഗ്രാമം ഡയറക്ടർ അനന്തകുമാർ 2 കോടി വാങ്ങിയതും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപ നൽകിയെന്നും പ്രതി പറയുന്നു. തിയോഫിനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. കേരളം കണ്ട വലിയൊരു തട്ടിപ്പായി മാറുകയാണ് ഈ പാതിവില സ്കൂട്ടർ തട്ടിപ്പ് എന്ന് പറയുന്നത്. നിരവധി കേസുകൾ വരുന്നു, നിരവധി കോടിക്കണക്കിന് രൂപയുടെ തട്ടിച്ചു എന്ന പരാതികൾ പലയിടങ്ങളിലായി രജിസ്റ്റർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതിയുമായുള്ള തെളിവെടുപ്പൊക്കെ ആരംഭിച്ചത്. ശാസ്ത്രീയ പരിശോധനകളൊക്കെ പ്രതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ചും ഒക്കെ വിദഗ്ധ പരിശോധന നടത്തി വരുന്നു. ഏത് രീതിയിലാണ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ പ്രതി വിശദീകരിക്കുന്നത്? വിനീഷ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തട്ടിപ്പ്. പക്ഷേ ആ തട്ടിപ്പിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ നമ്മളിപ്പോഴും കണ്ടിട്ടുള്ളൂ. കാരണം സംസ്ഥാന വ്യാപകമായി നടന്ന കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. ഇനിയും ഒരുപാട് വിവരങ്ങൾ അതിൽ പുറത്തു വരാനിരിക്കുന്നു. ആദ്യമായി ഈ സംഭവത്തിൽ ഈ തട്ടിപ്പിൽ കേസെടുത്തതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും മൂവാറ്റുപുഴ പോലീസാണ്. മൂവാറ്റുപുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതി അനന്തകൃഷ്ണൻ ഇപ്പോൾ ഉള്ളത്. ഇന്നലെ മൂവാറ്റുപുഴ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അത് DIG ഓഫീസിൽ ഉൾപ്പെടെ കൊണ്ടുപോയി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ വിശദമായുള്ള ചോദ്യം ചെയ്യൽ, ആവശ്യമായ രേഖകൾ ഉൾപ്പെടെ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിച്ചു. പണം എവിടേക്കെല്ലാം വകമാറ്റി എന്ന കാര്യവും പ്രതി അനന്തകൃഷ്ണൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇന്നലെ പറഞ്ഞത്. ഇദ്ദേഹത്തോട് വളരെ അടുപ്പമായിരുന്ന വ്യക്തിയാണ് സായിഗ്രാം ഡയറക്ടർ അനന്തകുമാർ. ഈ അനന്തകുമാറാണ് പല നേതാക്കൾക്കും ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത്. BJP നേതാക്കളും പറഞ്ഞത് അതാണ്. അനന്തകുമാർ ആണ് ഇയാളെ പരിചയപ്പെടുത്തിയത് CSR ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ. അങ്ങനെ പക്ഷേ 2 കോടി രൂപ തൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി എന്നാണ് അനന്തകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അനന്തുവിൻ്റെ അക്കൗണ്ടിൽ നിന്നുമാണ് ഈ പണം കൈമാറിയതെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രേഖകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അപ്പോൾ ബാങ്ക് ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം തന്നെ ഇത്തരം പണമിടപാട് അതുപോലെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വാട്സാപ്പ് ചാറ്റുകളും മറ്റ് രേഖകളും ഈ ഫോണിലുള്ള ഓൺലൈൻ മറ്റ് രേഖകളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൈവശം വെച്ചുകൊണ്ടാണ് പോലീസ് നിർണായകമായ ചോദ്യം ചെയ്യൽ നടന്നത്. കൃത്യമായ തെളിവുകളെല്ലാം പോലീസിൻ്റെ കൈവശമുണ്ട്. ലാലി വിൻസെൻറ്റിന് 46 ലക്ഷം രൂപ കൈമാറിയെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കൊച്ചിയിൽ 2 ഫ്ലാറ്റുകളാണ് ഈ അനന്ത് വാടകയ്ക്ക് എടുത്തിരുന്നത്. കൊച്ചി നഗരമധ്യത്തിൽ തന്നെ ഹൈക്കോർട്ട് ജംഗ്ഷന് സമീപം ഈ ഫ്ലാറ്റിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ മൂവാറ്റുപുഴ പോലീസ് വന്ന് പരിശോധന നടത്തിയത്. നിർണായക രേഖകൾ പോലീസിന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫ്ലാറ്റിൽ 10ഓളം സ്റ്റാഫുകൾ എന്ന് പറഞ്ഞ്, അതായത് അനന്തകൃഷ്ണൻ്റെ സ്റ്റാഫുകളാണെന്ന് പറഞ്ഞ 10ഓളം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ഉണ്ട്. അവരാണ് ഇവരുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരെയും ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഈ പണം എവിടേക്കെല്ലാം വകമാറ്റി എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം അറിയുക മിക്കവാറും ഈ പെൺകുട്ടിക്കായിരിക്കും. ഫണ്ട് വകമാറ്റുന്നതിന് മറ്റൊരു കാര്യം കൂടി അനന്തകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പേരിലുള്ള സ്ഥാപനത്തിന് ഈ CSR ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടി NGOകളുടെ ഒരു കൺസോർഷ്യം, ഒരു സംയുക്ത സംഘം രൂപീകരിച്ചിരുന്നു. ഈ സമിതിയിൽ നിന്ന് ഇതിൻ്റെ ഒരു ബൈലോ രൂപപ്പെടുത്തിയിരുന്നു. ആ ബൈലോയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 6ാമത്തെ പോയിന്റിലാണ് മാറ്റം വരുത്തിയത്. NGO കോൺഫെഡറേഷൻ്റെ ബൈലോയിൽ അനന്തുവിൻ്റെ കമ്പനിയായ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസിന് പണം വകമാറ്റി ചെലവഴിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ബൈലോയിലെ 6ാമത്തെ പോയിന്റിൽ മാറ്റം വരുത്തി. അങ്ങനെയാണ് ഈ പണം ഇവർ വകമാറ്റിയത്. ഇതിൽ നിന്നാണ് പണം ഒരുപക്ഷെ ഈ അനന്തകുമാറിന് ഉൾപ്പെടെ പണം നൽകിയിട്ടുള്ളത്. അങ്ങനെ പല നേതാക്കൾക്കും ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലുമൊക്കെ പല നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ CSR ഫണ്ട് ഈ ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക്, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉപയോഗിക്കേണ്ട ഫണ്ടിൽ നിന്നാണ് ഇത്രയധികം പണം വകമാറ്റി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. പകുതി പണം നൽകി പകുതി പണം മാത്രം വാങ്ങി 2 വീലർ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതായത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു 10ഓളം പേരിൽ നിന്നും പണം വാങ്ങി ആദ്യം വാഹനം വിതരണം ചെയ്യുന്നു. പിന്നീട് ഇത് കണ്ട് നൂറുകണക്കിന് പേർ പണം ഇവരുടെ സൊസൈറ്റികൾ, അതായത് ഇവരുണ്ടാക്കിയ സീഡ് സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്നു. ആ പണം പിന്നീട് വന്നവർക്ക്, അല്ലെങ്കിൽ ആദ്യം 2 വീലർ കിട്ടി ഇതിൽ ആകർഷണീയരായി 2 വീലർ കിട്ടുമെന്ന് കരുതി പണം നിക്ഷേപിച്ചവർക്ക് പലർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് നൂറുകണക്കിന് ആളുകൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മിക്കവാറും ഒട്ടുമിക്ക ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിൽ അല്ലെങ്കിൽ താലൂക്ക് പരിധികളിലൊക്കെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് ഈ സൊസൈറ്റികൾ മുഖേനയായിരുന്നു തട്ടിപ്പ്. താങ്ക് യു. തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.